മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ ഉദ്യാന നവീകരണം ഏറ്റെടുത്ത കമ്പനി കരാർ വ്യവസ്ഥ ലംഘിച്ചതായി കണ്ടെത്തൽ. കരാർ വ്യവസ്ഥയ്ക്കെതിരായി ഉദ്യാനത്തിലെ വരുമാനം കമ്പനി സ്വന്തമാക്കിയെന്നും അനധികൃതമായി സ്വന്തമാക്കിയ തുക തിരിച്ചടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് ജലസേചന വകുപ്പ് കരാർ കമ്പനിക്ക് കത്ത് നൽകി. 2026 ഫെബ്രുവരി 26 മുതൽ ഉദ്യാനം നടത്തിപ്പ് ഇറിഗേഷൻ വകുപ്പ് നേരിട്ട് നടത്തുമെന്നും കത്തിൽ പറയുന്നു. ഉദ്യാനത്തിനു സമീപത്തെ ഇറിഗേഷൻ വകുപ്പിന്റെ സ്ഥലം കൂടി ഏറ്റെടുത്ത് ഉദ്യാനം വികസിപ്പിക്കാൻ കോഴിക്കോട് ആസ്ഥാനമായ FSIT റീഡിഫൈൻ പ്രൈവറ്റ് ലിമിറ്റഡിനാണ് കരാർ നൽകിയിരുന്നത്. വരുമാനത്തിന്റെ 3% സർക്കാരിന് നൽകുമെന്നായിരുന്നു വ്യവസ്ഥ. ഇതിനായി 2025 നവംബർ 5-ന് കമ്പനിക്ക് സൈറ്റ് കൈമാറി. അന്നു മുതൽ ഉദ്യാനം കൂടി കമ്പനി ഏറ്റെടുക്കുകയും ഇവിടുത്തെ വരുമാനം കമ്പനി കൈകാര്യം ചെയ്യുകയുമായിരുന്നു. ഉദ്യാനം ഏറ്റെടുക്കാൻ കരാറിൽ വ്യവസ്ഥയില്ലെന്നും ഇത് ലംഘിച്ച് കമ്പനി ഉദ്യാനം ഏറ്റെടുക്കുകയും വരുമാനം സ്വന്തമാക്കുകയും ചെയ്തുവെന്നാണ് കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ പ്രോജക്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കത്തിൽ പറയുന്നത്. 2025 നവംബർ മുതൽ 2026 ഫെബ്രുവരി 25 വരെ കമ്പനി ഉദ്യാന സന്ദർശകരിൽ നിന്ന് പിരിച്ചെടുത്ത തുക മണ്ണാർക്കാട് സബ് ട്രഷറിയിൽ അടച്ച് ഉദ്യാനം കൈമാറാനും കത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. സൈറ്റ് ഏറ്റെടുത്ത് 3 മാസത്തിനകം DPR സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതും നടന്നില്ല. എന്നാൽ ഉദ്യാനം കൈമാറാൻ ഇയുടെ കത്തിൽ പറയുന്ന തീയതി കഴിഞ്ഞ ദിവസം അവസാനിച്ചെങ്കിലും ഉദ്യാനം വിട്ടു നൽകാൻ കരാർ കമ്പനി തയ്യാറായിട്ടില്ല. പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ വൻ അഴിമതിയാണെന്ന ആരോപണവുമായി UDF രംഗത്ത് വന്നിരുന്നു. ഈ ആരോപണം ശരിവെക്കുന്ന വിധത്തിലാണ് കരാർ കമ്പനിയുടെ പ്രവർത്തനം. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്, ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്.